നിയമനം വൈകുന്നതിനെതിരെ കേരള LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം സമരം തുടങ്ങി. റാങ്ക് ലിസ്റ്റ് വന്ന് 8 മാസം കഴിഞ്ഞിട്ടും ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നും സമരക്കാർ പറഞ്ഞു. LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറിന് മുമ്പിൽ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. 8 മാസം മുമ്പ് LPST റാങ്ക് ഹോൾഡേഴ്സിലേക്കുള്ള നിയമനം വന്നിട്ടും ഇതുവരെ ഒരാൾക്ക് പോലും, അതായത് 14 ജില്ലയിലും ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് നിയമനം നടന്നില്ല. റാങ്ക് ലിസ്റ്റ് വന്ന് 8 മാസം കഴിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും നിയമനം നൽകാത്തതിനെതിരെയാണ് ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ നേരിൽ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. 3 മാസം പിന്നിട്ട് കഴിഞ്ഞാൽ 2025-26 അധ്യയന വർഷത്തെ അവസാനിക്കുകയാണ്. എന്നിട്ട് പോലും ഒരാൾക്ക് പോലും നിയമനം നൽകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇന്നു മുതൽ നിലവിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിന് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരൊക്കെ പറയുന്നത്? ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും വീണ്ടും ഓർമ്മിപ്പിക്കാനും കൂടിയാണ്. ഞങ്ങൾ ആദ്യം ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ഉന്നയിച്ചു. അത് നോക്കാം എന്നൊക്കെ പറയുകയല്ലാതെ അതിന്റെ ഒരു ഗവൺമെന്റ് ഓർഡേഴ്സോ മറ്റു കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ഇത്രയും കാലം ഇവരെ തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുറകെ നടന്നത്. ഇതുവരെ ഒന്നും ആയില്ല. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സമരത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം അല്ലെങ്കിൽ കൂടുതൽ കടുത്ത സമരത്തിലേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോ റിലേ നിരാഹാരം എന്നുള്ളൊരു രീതിയിലാണ് സമരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഠിനമായിട്ടുള്ള, കാരണം ഞങ്ങൾ പഠിച്ചതൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. സോ ഞങ്ങൾക്ക് ഇനി സമരം എന്നത് കൂടി ചെയ്താൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതുകൊണ്ട് കഠിനമായ സമരമുറകളിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പം നിലവിൽ HM ക്ലാസിന്റെ ഇൻചാർജ് ഒഴിവാക്കുക, ഒപ്പം തന്നെ മറ്റെന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ട്രെങ്ത് ഉള്ളിടത്ത് HMസിനെ ഈ അക്കാഡമിക്കായിട്ടും അല്ലാത്തതുമായിട്ടുള്ള ക്ലാസ് ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ എല്ലാം വളരെ ജോലിഭാരം കൂടുതലുള്ള ഒരു അവസ്ഥയിൽ തന്നെ മിക്ക അധ്യാപകരും HM പ്രൊമോഷൻ വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതുകൂടെ പരിഗണിക്കേണ്ടത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. പക്ഷെ നമ്മൾ എന്ത് കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴും സർക്കാർ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ് പറയുന്നത്. സോ ഞങ്ങൾ ഇപ്പോൾ സർക്കാരിന് ചെയ്തു തരാൻ പറ്റുന്ന 2 വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയും. അതായത് HM 150 കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരു അധ്യാപകരെ, HMനെ സഹായിക്കാനായിട്ട് ഒരു അധ്യാപകനെ കൂടെ നിയമിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് ഇപ്പൊ ഡെയിലി വേജസ് ആണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ഒഴിവിലേക്ക് എയ്ഡഡിൽ ചെയ്യുന്നത് ത്രോൺ ഔട്ട് ആവുന്ന ടീച്ചേഴ്സിനെ ഫില്ല് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. എന്നാൽ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിനെ ഞങ്ങളുടെ റിട്ടയർമെന്റ് ഒഴിവുകളിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോലി എന്ന സ്വപ്നമായി തന്നെ അവശേഷിക്കുകയും ഈ പറയുന്ന ത്രോൺ ഔട്ടായ ടീച്ചേഴ്സ് നമ്മുടെ റിട്ടയർമെന്റ് വേക്കൻസിയിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അവരെയും എങ്ങനെയാണോ എയ്ഡഡിൽ ഉള്ള പ്രൊസീജിയേഴ്സ് HTVയിലോട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ BRCയിലോട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ SSKയിലോട്ട് മാറ്റുന്നത്, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളിലെയും ത്രോൺ ഔട്ട് ആവുന്ന ടീച്ചേഴ്സിനെ അതിലോട്ട് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം പൈസ കൊടുത്ത് കയറിയ മാനേജ്മെന്റിന് പൈസ കൊടുത്ത് കയറിയ ഈ അധ്യാപകരെ, എയ്ഡഡ് അധ്യാപകരെ സംരക്ഷിക്കാൻ ഇത്രയും പോസ്റ്റുകൾ കൊടുക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച്, കാരണം ഞങ്ങൾക്ക് പൈസ കൊടുത്ത് കയറാനുള്ള വഴിയില്ല, അതുകൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ഒരു ലിസ്റ്റിൽ എത്തിപ്പെടുന്നത്. പക്ഷെ ആ ലിസ്റ്റിൽ എത്തിപ്പെട്ടിട്ട് ജോലി ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. 1 വർഷമായിട്ട് 1ാം റാങ്കിന് പോലും ജോലി ഇല്ല എന്ന് പറയുന്നത് PSCക്ക് തന്നെ നാണക്കേടാണ്. എന്നാലും ശക്തമായ സമരമായി മുന്നോട്ട് തന്നെ പോകുമല്ലേ? സർക്കാർ അനുകൂല തീരുമാനം ഉണ്ടാകുന്നവരെ ഉറപ്പായിട്ടും നയപരമായിട്ടുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും സർക്കാർ എടുക്കുമെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം ഇതിന് പുറകെ നടന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം ശക്തമായിട്ടുള്ള സമരം തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നവരെ റിലേ നിരാഹാര സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി തവണ സർക്കാരുമായി ചർച്ച നടത്തി. അതിലൊക്കെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് അനിശ്ചിതകാല റിലേ നിരാഹാര സമരവുമായി റാങ്ക് ഹോൾഡേഴ്സ് എത്തിയിരിക്കുന്നത്. രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.